വചനമൊഴി മെയ് 5. വചനഭാഗം യാക്കോബ് 5:7-12, മത്തായിയുടെ സുവിശേഷം 25:1-13. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സ്വർഗരാജ്യം വിളക്കുകളെടുത്ത് മണവാളന്റെ എതിരേൽപ്പിന് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ ബുദ്ധിമതികളുമായിരുന്നു. വിവേകശൂന്യർ അവരുടെ വിളക്കുകളെടുത്തപ്പോൾ കൂടെ എണ്ണ എടുത്തിരുന്നില്ല. ബുദ്ധിമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകിയപ്പോൾ നിദ്രാഭാരത്താൽ എല്ലാവരും കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ആർപ്പുവിളിയുണ്ടായി, ഇതാ മണവാളൻ, അവന്റെ എതിരേൽപ്പിന് പുറത്തു വരുവിൻ. ആ കന്യകമാരെല്ലാം ഉണർന്ന് അവരുടെ വിളക്കുകൾ ഒരുക്കി. വിവേകശൂന്യർ ബുദ്ധിമതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുക. ബുദ്ധിമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതിനാൽ ജാഗരൂകരായിരിക്കുവിൻ. ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, യുഗാന്ത്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങൾ. അതിൽ മണവാളിനെ എതിരേൽക്കുവാൻ പുറപ്പെടുന്ന 10 കന്യകമാരുടെ ഉപമയാണ് നാം ഇന്ന് ശ്രവിച്ചത്. മണവാളിനെ സ്വീകരിക്കുവാൻ, എതിരേൽക്കുവാൻ വേണ്ടി വിവാഹാവസരങ്ങളിൽ മണവാട്ടിയോട് ചേർന്ന് കന്യകമാർ കാത്തിരിക്കുമായിരുന്നു. ആ ഒരു പശ്ചാത്തലം ഉപമയായി സ്വീകരിച്ചുകൊണ്ട് മിശിഹായുടെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന കാര്യത്തെ അനുസ്മരിപ്പിക്കുവാൻ വേണ്ടി ഈശോ പഠിപ്പിക്കുകയാണ്. മിശിഹായുടെ വരവിനു വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കണം. നന്മകളാകുന്ന, പുണ്യപ്രവർത്തികളാകുന്ന എണ്ണകൾ കൊണ്ട് ജീവിതം നിറയ്ക്കണം. മിശിഹ വരുമ്പോൾ പ്രകാശപൂരിതമായി വർത്തിക്കുവാൻ, സത്പ്രവർത്തികൾ ചെയ്യുവാൻ, നല്ല പ്രവർത്തികളിലൂടെ നമ്മുടെ പ്രകാശം ലോകത്തിനു മുൻപിൽ നൽകുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. മിശിഹ കടന്നു വരുമ്പോൾ പ്രകാശപൂരിതമായിരിക്കുവാൻ എപ്പോഴും ജാഗ്രതയോടുകൂടി വർത്തിക്കണം എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അനുദിന ജീവിതത്തിൽ മിശിഹായെ സ്വീകരിക്കുവാൻ യോഗ്യത നേടുന്നതിന് നന്മ പ്രവർത്തികൾ, പുണ്യപ്രവർത്തികൾ, പരസ്നേഹ പ്രവർത്തികൾ അനുഷ്ഠിച്ച് വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ, ജാഗ്രതയോടെ കാത്തിരിക്കുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മിശിഹ ആഗതമാകുമ്പോൾ അവിടുത്തോടൊപ്പം സ്വർഗരാജ്യത്തെ പ്രവേശിക്കുവാൻ ഇഹലോക ജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികൾ സഹായമാക്കി മാറ്റണം. ജാഗ്രതയോടുകൂടി വർത്തിക്കണം എന്ന തിരുവചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. മിശിഹായോടൊത്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് യോഗ്യമായ വിധം ഈ ഭൂമിയിലെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.